ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്പോഡ് എന്ന് പറഞ്ഞ മക്കളെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല കണ്ടന്റ്, വേറെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രഡിക്ഷൻ അല്ലേ. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഭാവി പ്രവചിക്കാൻ ഞാൻ എന്തല്ല ഭൂതമോ ഒന്നുമല്ല, അല്ലെങ്കിൽ ജ്യോത്സ്യനൊന്നുമല്ല. പക്ഷേ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് മക്കളെ നോക്കിക്കോളൂ. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോയിക്കോ, കാരണം പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ വന്നിരിക്കും. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്ലസ് വണ്ണിൽ ആദ്യമായിട്ടായിരിക്കാം, പക്ഷെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിപ്പിക്കുന്നതല്ല ആദ്യമായിട്ടല്ല. ഒരാളും ആദ്യമായിട്ടല്ല മക്കളെ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് മുൻപായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് കാര്യമുണ്ടോ അല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് മക്കളെ ഞാൻ പറയുന്നു, ഇത്തവണയും പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളൂ. 30 മാർക്ക് നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്കുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കാം. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് പോലെ, ഓക്കെ, നിങ്ങൾക്കതൊരു പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ്. ഓരോ ടോപ്പിക്ക് നിങ്ങൾ എഴുതിയിരിക്കുക, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇട്ടുക, ഇല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ഇൻറ്റു മാർക്ക് ഇട്ടുക, എന്നിട്ട് അതെടുത്ത് പഠിക്കുക. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ മക്കളെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രാഥമിക തത്വങ്ങളും അതേപോലെ ദ്വിതീയ തത്വങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഉദാഹരണം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി, മറ്റാരെങ്കിലും നേരത്തെ കളക്ട് ചെയ്ത് വെച്ചു നമ്മൾ കോപ്പി പേസ്റ്റ് മാത്രം ചെയ്തെങ്കിൽ അത് സെക്കൻഡറി അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് മുതൽ 3 അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. നിർബന്ധമായിട്ട് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ മറ്റൊന്ന്, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന രീതിയിലും പറയാറുണ്ട്, അല്ലെങ്കിൽ റെലവൻസ് എന്ന രീതിയിലും പറയാറുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 4 രീതിയിൽ എങ്ങനെ ചോദ്യം വന്നാലും ചോദ്യം ഉത്തരം സെയിം ആയിരിക്കും മക്കളെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ചാപ്റ്റർ നമ്പർ 1, ഓക്കെ, നമ്മുടെ സ്റ്റാറ്റിയിലെ യൂണിറ്റ് നമ്പർ, ഓക്കെ, സ്റ്റാറ്റിയിലെ യൂണിറ്റ് നമ്പർ 1 ആണ് മക്കളത്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഇത് നമ്മുടെ സ്റ്റാറ്റിയിലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, സ്റ്റാറ്റിയിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഈ പറഞ്ഞത്. സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ, അതുപോലെ റിലയബിൾ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ സംഗതി തന്നെയാണ് സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ലാൻഡ് റിഫോംസ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അഥവാ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ലാൻഡ് റിഫോംസ് എന്തൊക്കെയായിരുന്നുള്ള കാര്യം ഞാൻ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഗ്രീൻ റവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ലാൻഡ് റിഫോംസിന് മെയിൻ ആയിട്ട് വരുന്ന കാര്യമാണ് ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു നോക്കേണ്ടത്. അത് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമി, ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ഓക്കെ, ഇന്ത്യൻ എക്കോണമി എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ എക്കോണമി എന്നുള്ള ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലാൻഡ് റിഫോംസ്, ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തേർഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, തേർഡ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ റവല്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. ഗ്രീൻ റവല്യൂഷനും അതിന്റെ ഇമ്പാക്റ്റുകളാണ് നമ്മൾ നോക്കാൻ പറയുന്നത്. ഓക്കെ, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതേ പറഞ്ഞ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ അതേ ഇന്ത്യൻ എക്കോണമിയിലുള്ള സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ റവല്യൂഷൻ. ഇതെങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ടൊരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ട്രേഡ് പോളിസി ഡിസ്ട്രോയ്ഡ് അവർ ട്രേഡ് സെക്ടർ. നമ്മുടെ ട്രേഡ് സെക്ടറിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ട്രേഡ് പോളിസി ഈ ഡിസ്ട്രോയ് ചെയ്തെന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ട്രേഡ് സെക്ടർ നമുക്കറിയാം, നമുക്കുണ്ടായിരുന്ന മെയിൻ എന്തായിരുന്നു, നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മൾ റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. അപ്പോൾ അത് ബ്രിട്ടീഷുകാർ എങ്ങനെ ചെയ്തത്, ഇന്ത്യയുടെ ട്രേഡ് സെക്ടറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേക്കാം, വളരെ റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളിതൊന്ന് നോട്ട് ചെയ്തു, കാരണം പരീക്ഷയ്ക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് സ്റ്റാഗ്നേഷൻ ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നമായിരുന്നു സ്റ്റാഗ്നേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, വളർച്ചാ മുരടിപ്പ്. ഓക്കെ, വളർച്ചാ മുരടിപ്പ് എന്ന് പറയും. എന്താണ് ഈ വളർച്ചാ മുരടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളർച്ചയില്ലാത്ത അവസ്ഥ, അത് തന്നെയാണ് സംഗതി. ഓക്കെ, വളർച്ചയില്ലാത്ത അവസ്ഥയാണ്, കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. എപ്പോഴാണ് ഇത്, സ്വാതന്ത്ര്യ ശേഷം കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ. വ്യക്തിഗത അഭിമുഖത്തിന്റെ നേട്ടങ്ങൾ പഠിക്കുക, അതുപോലെ അതിന്റെ പോരായ്മകൾ നോക്കിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ക്വസ്റ്റ്യനർ, നോക്കിയേ, ഒരു നല്ല ക്വസ്റ്റ്യനർ ആവണം വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ. നല്ല ക്വസ്റ്റ്യനർ ആവണമെങ്കിൽ അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടെടുക്കുക. നിർബന്ധമായിട്ട് ഈ കാര്യം പഠിക്കാൻ വേണം. നമുക്ക് ഒരു 3 മാർക്ക് മുതൽ 5 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ഏതാണ് ചാപ്റ്റർ, ഇത് നമ്മുടെ സ്റ്റാറ്റി എന്നുള്ളതാണ്. സ്റ്റാറ്റിയിലെ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് ഈ കാര്യം പഠിക്കേണ്ടത്.
ഓക്കെ, നെക്സ്റ്റ് ഇമ്പാക്ട് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും. ഇവിടെ നമ്മൾ എന്തൊക്കെ എഴുതണം? പോസിറ്റീവ്സ് എഴുതണം, പ്ലസ് എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ നെഗറ്റീവ്സ് കൂടി എഴുതണം. അത് രണ്ടുമാണ് എന്ത് പറയുന്നത്? ഇമ്പാക്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇമ്പാക്ട്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്ന സംഗതി നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്താ? എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതിൽ നിങ്ങൾ അഗ്രികൾച്ചർ നോക്കണം, ഇൻഡസ്ട്രിയൽ നോക്കണം, സർവീസ് സെക്ടറിലായിട്ട് വരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ, ഒക്യുപ്പേഷൻ ഒക്കെ എന്ത് ചെയ്യണം? അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഡാറ്റ എന്ത് ചെയ്യുക? എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി പരീക്ഷ ചോദിക്കും. ഇൻക്ലൂസീവ് ഡാറ്റ എന്ത് ചെയ്യും? എക്സ്ക്ലൂസീവ്. ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത് 0 to 9, 10 to 19, 20 to 29 എന്ന പാറ്റേണിലുള്ള ക്ലാസ് ഉണ്ടാവും അല്ലെ. ഇതാണ് നമ്മുടെ ഇൻക്ലൂസീവ്. അത് നമ്മൾ എന്ത് ചെയ്യണം? 0 to 10, 10 to 20, 20 to 30 എന്ന രീതിയിലുള്ള എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാം. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക മക്കളെ. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലെവലിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ A+ നിർണ്ണയിക്കുന്ന ചോദ്യമാണെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ക്ലാസ് ലിമിറ്റ്? എന്താണ് ക്ലാസ് ലിമിറ്റ്? എന്താണ് ക്ലാസ് ഇന്റർവെല്? എന്താണ് ക്ലാസ് മാർക്ക്? അല്ലെങ്കിൽ നമ്മൾ അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് മിഡ് പോയിന്റ് ഓഫ് എ ക്ലാസ്. ഓക്കെ, അതേപോലെ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്. ഈ പറഞ്ഞ 5 കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ 5 കോൺസെപ്റ്റുകൾ ചോദിക്കുകയാണെങ്കിൽ 5 ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ വരെയായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ക്ലാസ് വരും, എന്നിട്ട് ആ ക്ലാസ്സിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും തമ്മിൽ വ്യത്യാസം, അതുപോലെ ക്രൊണോളജിക്കൽ, സ്പേഷ്യൽ, ഇതിനൊക്കെ എക്സാമ്പിൾ തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? 2 ടേബിളോ അല്ലെങ്കിൽ 4 5 ബോക്സ് ആക്കി എഴുതാനാണ് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ തരാറുള്ള എങ്ങനെയാണ്? തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യുക? ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, അതേപോലെ തന്നിരിക്കുന്ന ഡാറ്റയെ ക്വാളിറ്റേറ്റീവ് എന്ന രീതിയിൽ തരംതിരിക്കാൻ വരാറുണ്ട്. അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഡാറ്റയുടെ എക്സാമ്പിൾ തരും. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാൽ അത് ക്രൊണോളജിക്കലാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ അവരെ വരുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാൽ അത് സ്പേഷ്യലാണ്. അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിന് ക്വാണ്ടിറ്റേറ്റീവ്, അവരുടെ സൗന്ദര്യം ബുദ്ധിശക്തി നോക്കിയിട്ടാണെങ്കിൽ എന്ത് പറയാം? ക്വാളിറ്റേറ്റീവ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക? എക്സാമ്പിൾ കൂടി പഠിച്ചേക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളുണ്ട് അല്ലെ. ഇത് ഏതാ ചാപ്റ്റർ? നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇന്ത്യൻ എക്കോണമിയിലെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഈ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ളതാണ് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ്സ്. ഓക്കെ, ഈ പറയുന്ന ചെറുകിട വ്യവസായശാലകൾ കൊണ്ടുള്ള നേട്ടങ്ങളാണ് എഴുതാൻ പറഞ്ഞത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? പഠിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ IPR എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രകാരം എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം 3 ടൈപ്പ് ഇൻഡസ്ട്രികളായിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രികളെ മൊത്തമായിട്ട് നമ്മൾ തിരിച്ചത്. ആ 3 ഗ്രൂപ്പുകൾ എന്താണ്? അതിന്റെ പ്രത്യേകത എഴുതിയാൽ അതിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെൻസസും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്? ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലെ. നമ്മുടെ സ്റ്റാറ്റിയിലെ സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വരാം. സെൻസസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. പോപ്പുലേഷനെ അടിസ്ഥാനമാക്കിയിട്ട്, ജനസംഖ്യ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തെയാണ് സെൻസസ് എന്ന് പറയുന്നത്. ആൻഡ് സാമ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എന്നും പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചേർത്തിട്ടുള്ളൂ മക്കളെ. ഇത് 30 മാർക്കല്ല, അതിൽ കൂടുതൽ മാർക്കിനുള്ളതുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയുടെ പകുതിയിലേറെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും കൂടുതൽ കാര്യങ്ങളും കണ്ടന്റ് കൃത്യമായിട്ട് കിട്ടണേ മക്കൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ എജുപോർട്ടിലെ ചാനൽ ഫോളോ ചെയ്യുക. അത് മാത്രമല്ല ഈ പറഞ്ഞ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളോട് പറയുന്ന കാര്യത്തിലുള്ളൂ. എക്സാമിന്റെ സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും നിങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും ആര് തയ്യാറാണ്? എജുപോർട്ട് തയ്യാറാണ്. കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായി മതി. അപ്പോൾ വീണ്ടും പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുക എന്ന് പറയുന്നില്ല, പകരമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പക്ഷെ മാത്രമല്ല മക്കൾ, ഒരു കാര്യം കൂടി ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ തൊട്ട് താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവർക്കും 1 second, മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.